പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേരള PSCയുടെ ഏറ്റവും പുതിയ യോഗ തീരുമാനത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് 16/5/2022 എന്ന് പറയുമ്പോൾ ഇന്നലെ ചേർന്ന യോഗ തീരുമാനത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് അഭിമുഖങ്ങൾ നടത്തുന്നു, കുറച്ച് ഓൺലൈൻ പരീക്ഷകളും സാധ്യതാ പട്ടികകളും അതുപോലെ തന്നെ വിവരണാത്മക പരീക്ഷകളെ കുറിച്ചും ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ പരീക്ഷകളാണ് നടത്താനായിട്ട് പോകുന്നത്, ഏതൊക്കെ അഭിമുഖങ്ങളാണ് വരാനായിട്ട് പോകുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ഇന്റർവ്യൂവിൻ്റെ കാര്യമാണ് കേട്ടോ. ഇന്റർവ്യൂ അഭിമുഖം നടത്തുമെന്ന് പറയുന്നുണ്ട്. ഒന്നാമത് വരുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ ബയോകെമിസ്ട്രിയുടേതാണ്. അതിന്റെ കാറ്റഗറി നമ്പർ ഉണ്ടല്ലോ 41/2022 ആണ് കേട്ടോ. അതുപോലെ തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ ന്യൂറോളജി, അതിന്റെ കാറ്റഗറി നമ്പറും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓൺലൈൻ പരീക്ഷ നടത്താനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ട് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ലെക്ചർ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള അസിസ്റ്റന്റ് ഇൻസ്ട്രക്ടർ, അതുപോലെ തന്നെ എല്ലാം സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ളതാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ എലിജിബിൾ ആയിട്ടുള്ളവർ നിങ്ങൾ ഈ ഒരു PDF ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ സാധ്യതാ പട്ടിക വരാനായിട്ട് പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് വരാനായിട്ട് പോകുന്നത് നമ്മുടെ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലേക്കുള്ള കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നിവിടങ്ങളിലുള്ള നമ്മുടെ ബൈൻഡർ തസ്തികകളിലേക്കുള്ള സാധ്യതാ പട്ടിക വരുന്നുണ്ട് കേട്ടോ. ബൈൻഡർ പരീക്ഷ ഒരുപാട് പേര് എഴുതിയതാണ്. അപ്പോൾ എഴുതിയവരൊന്ന് ശ്രദ്ധിക്കുക. കാറ്റഗറി നമ്പർ ഉണ്ടല്ലോ 400/2019 ആണ്. ബൈൻഡറിന്റെ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിവരണാത്മക പരീക്ഷ നടത്തുമെന്ന് പറയുന്നുണ്ട്. അത് നമ്മുടെ കോളേജ് വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലേക്കുള്ളതാണ്. അതിന്റെ കാറ്റഗറി നമ്പർ ഉണ്ടല്ലോ 288/2021 ആണ്. പിന്നെ ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൽ വരുന്നതാണ് ആംഡ് പോലീസ് ബറ്റാലിയൻ. കണ്ടല്ലോ, പോലീസ് വകുപ്പിലേക്കുള്ള ആംഡ് പോലീസ് ബറ്റാലിയന്റെ പോലീസ് കോൺസ്റ്റബിൾ 1ാം NCA SC ST കാറ്റഗറി നമ്പറിലേക്കാണ് വരാൻ പോകുന്നത്. NCA SC ST ആണ്. കാറ്റഗറി നമ്പർ 357/2020 ആണ് കേട്ടോ. അതിന്റെ 1ാം NCA ധീവര കാറ്റഗറി നമ്പർ ആയിട്ടുള്ള 358/2020 ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ +2 ആണല്ലേ, +2 പ്രിലിംസിലേക്കുള്ള ചുരുക്കപ്പട്ടികയാണ് ഈ പോലീസ് വകുപ്പിലേക്കുള്ളതെന്ന് പറയുമ്പോഴേ നമുക്കറിയാം +2ൻ്റെതാണ് അല്ലേ. അപ്പോൾ +2ൻ്റെ ഒരെണ്ണം ഓൾറെഡി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ LDC LGS ആലപ്പുഴയുടെ മാത്രം ഒറ്റ ലിസ്റ്റ് മാത്രമാണ് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ബാക്കി ലിസ്റ്റുകൾ എന്നുണ്ടാവുമെന്ന ഒരു പ്രതീക്ഷ, ഒരു പിടുത്തവുമില്ല. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ തന്നെ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും അപ്ഡേറ്റുകൾ എന്തെങ്കിലും അറിയണമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായിട്ട് എന്തെങ്കിലും നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിൽ കണ്ടിന്യൂസ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട്, അല്ലെങ്കിൽ ഇതുപോലുള്ള PSCയുടെ നോട്ടിഫിക്കേഷൻസും ക്ലാസ്സുകളും ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.